അവരെടുത്തേ നേരത്തെ നമ്മൾ തയ്ക്കാൻ മെറ്റീരിയൽസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലല്ല പെട്ടെന്ന് തയ്ച്ചു തരുവാണ്. അപ്പൊ അങ്ങനെയല്ലേ പോയി എന്തൊരു തിരക്കാ. അത്ര തിരക്കാണെങ്കിൽ 2-3 സ്റ്റാഫിനെ വെച്ചപ്പോരെ. അതവര് ചെയ്യില്ലല്ലോ. കുഴപ്പമില്ല. ഇനി ഞാൻ ആ ഓഫീസിനടുത്തുള്ള ലേഡിയുണ്ട്, അവരെടുത്ത് പോകും. അടിപൊളിയായിട്ട് തയ്ക്കുവോ? സുഷ്മണ്ടല്ലോ അവിടെ കൊടുക്കണ ചെറുപാവൊക്കെ ഡീസന്റ് ആയിട്ട് തയ്ക്കും. ഇവരുടെ അടുത്ത് കൊടുത്ത വേറെ കൊണ്ടല്ലേ നമ്മളെ വീടിനടുത്തുള്ളവരല്ലേ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഓടിഞ്ഞയാണ്. മാമി, I need some small help. പറയൂ. തിരിച്ചു പോകുന്നതിന് മുന്നേ 2-3 ജോഡി ഡ്രസ് എടുക്കാമായിരുന്നു. എല്ലാ ഫാൻസും വരുമ്പോഴും 2, 3, 4, 5 ജോഡിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. തീർന്ന അതൊക്കെ അത് തന്നെ മോരെ. അല്ല, അതൊക്കെ ഒക്കേഷനിൽ ഇടാൻ പറ്റത്തുള്ളൂ. കോളേജിലേക്ക് സാധാ ടീഷർട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വാങ്ങണം. ഒരു കാര്യം ചെയ്യും, ഇനി വാങ്ങണ അച്ഛനോട് പറഞ്ഞു. ഇപ്പൊ അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ ഇപ്പൊ വാങ്ങി തരും. ഒന്ന് പോയമ്മ അവിടെ നിന്ന് ചുമ്മാ. എന്തിനാണ് എല്ലാവരും അച്ഛനെ പറ്റി പരദൂഷണം പറഞ്ഞത്? ഞാൻ കയറി വന്നപ്പോ എന്താണ് പറഞ്ഞത്? നമ്മളെ പറ്റി എന്ത് പറഞ്ഞു? നമ്മളിവിടെ എന്ത് പറഞ്ഞു? ജോലിയെ അതാ ഞാൻ കയറി വന്നപ്പോ മനഃപൂർവ്വം പറഞ്ഞതാ. മനഃപൂർവ്വം പറഞ്ഞതാ. പടവലംകാരുടെ ഒരു അസുഖമാണ്, മനഃപൂർവ്വം പറയുക. പറഞ്ഞ് എന്റെ കട്ട മതി. ഞാൻ ഇങ്ങനെ ആയെന്ന് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഞാൻ കയറി വന്നപ്പോ എന്നെ പറ്റി എന്താണ് പറഞ്ഞിരുന്നത്? ആര് എന്ത് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തോന്ന് ശിവാ എന്ത് പറഞ്ഞു? നമ്മ ഓർക്കുന്നുണ്ടോ അമ്മ? ഇത് നമ്മൾ എന്തോന്ന് പറഞ്ഞിരുന്നത്? ഞാൻ ഓർക്കുന്നില്ല. അമ്മ ഓർക്കുന്നുണ്ടോ? ഇവര് ഓർക്കണ്ട. ഗൗരിയെ എന്താ പറഞ്ഞത്? അതാണ് നമ്മൾ എന്തോന്ന് പറഞ്ഞിരുന്നത്. ഗൗരി, അപ്പൊ നീ അവരോടെ കൂടിയാ? അണയെ വിളിച്ചോ പോ. ഇവിടെ വെള്ളത്തിലൊക്കെ തുടങ്ങി എല്ലാം കൂടെ ചേർന്ന്. ശരിക്ക് ആരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അതാണ് ഞങ്ങൾ ആലോചിക്കണത്. നമ്മള് ശരിക്കും പറഞ്ഞോണ്ടെന്നാ ശ്രീയുടെ കാര്യം വരും. എന്റെ കാര്യം എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നു? എന്തോന്നാണ് പറഞ്ഞത്? എന്തായിരുന്നു നോക്കണില്ല, എന്തോ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. നിർത്ത്. എന്നെ പറ്റി എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. അതവിടെ നിക്കട്ട്. ആദ്യം എന്നെ പറ്റി എന്താണ് പറഞ്ഞത് എനിക്ക് ഇപ്പൊ അറിയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ എന്തിനാണ് പ്രശ്നം എന്ന് എനിക്കറിയണം. ഇപ്പോഴാണ് ഓർത്തത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇവനെയാണ്. തുടക്കമല്ലായിരുന്നു. ഇവനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തി. എന്നെ പറ്റി എന്ത് പറഞ്ഞു? അല്ല, എങ്ങനെ പറയാ? പറയാൻ പറ്റും. അങ്ങനെ ഓർത്താണ്. ശരിക്കും നമ്മള് കാര്യമായിട്ടൊരു കാര്യമാണ് നിന്നെ പറ്റി പറഞ്ഞോണ്ടല്ലോ. അല്ല ചേച്ചി, അങ്ങനെയല്ലല്ലോ. പക്ഷെ ശ്രീയും ചേട്ടൻ നിക്കണോണ്ട് അത് പറയാൻ പറ്റൂല. യവനുണ്ടല്ലോ അളിയാ, യവനെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവനെ കണ്ടുപിടിച്ചവരാരും ഇല്ല. എന്തോന്ന് ഞാൻ ഒന്നും അറിഞ്ഞില്ല. ചെറുക്ക ഒരുപാട് അങ്ങ് ഞെളിയല്ലേ, ഒരു പൊടിക്ക് അടങ്ങും നീ. ഓഹോ, ഞാൻ പോണു കേട്ടോ. ഇവിടെ ശരിയാവില്ല. ഇവിടെ പോണ നീ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. വരട്ടെ.